പരസ്യ പ്രചാരണം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലാതെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ പത്തനംതിട്ടയിലെ കവലയിൽ കേന്ദ്രീകരിച്ച് പരസ്യ പ്രചരണത്തിൻ്റെ അവസാന മിനിറ്റുകൾ ആഘോഷമാക്കി മാറ്റുകയാണ്. പ്രവർത്തകരുടെ ആവേശത്തേരിലേറി സ്ഥാനാർത്ഥികളും അവിടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് അജിംഷാദും നിതിനും നൽകിയത്. മറ്റ് മണ്ഡലങ്ങളിലും സമാനമായ കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനം രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഇളകി മറിയുന്നു. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 15 മിനിറ്റുകളോളം 20 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ നിമിഷവും ആവേശമാക്കി ആഘോഷമാക്കി മാറ്റുകയാണ് വിവിധ മുന്നണി പ്രവർത്തകർ. താളമേളങ്ങളുടെ അകമ്പടിയുണ്ട്. വർണ്ണ ബലൂണുകളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചിഹ്നങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുടെയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വർണ്ണ ബലൂണുകളുണ്ട്. വിവിധ താളമേളങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആഘോഷത്തിൻ്റെ വാദ്യമേളങ്ങളുടെ വർണ്ണങ്ങളുടെ ഒരു ക്ലൈമാക്സിലേക്കാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം പരസ്യ പ്രചാരണം നീങ്ങുന്നത്. അതിൻ്റെ ഒരു ആവേശം 20 മണ്ഡലങ്ങളിലും ദൃശ്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ചെറിയ ജാഥകളായി പ്രവർത്തകർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പുറപ്പെട്ടു. സ്ഥാനാർത്ഥികൾ റോഡ് ഷോയായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെട്ടു. അങ്ങനെ വൈകിട്ട് 4 മണിയോടുകൂടി 4:30 വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ ഇപ്പോൾ ആ അവസാന നിമിഷങ്ങൾ ആഘോഷമാക്കി മാറ്റുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണി പ്രവർത്തകരെല്ലാം തന്നെ. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. കമലേഷ്, പേരൂർക്കട ആവേശത്തിൽ ഇളകി മറിയുമ്പോൾ എങ്ങനെയാണ് അവസാന നിമിഷത്തെ കാഴ്ചകൾ? ിലേക്ക് തന്നെയാണ് ഈ കൊട്ടിക്കലാശം അടുക്കുന്നത്. ഇനി ഏതാണ്ട് 15 മിനിറ്റ് മാത്രമാണ് ഈ കൊട്ടിക്കലാശം അല്ലെങ്കിൽ ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിനുള്ള ഒരു സമയപരിധി ഇപ്പോൾ ഉള്ളത്. ഏതായാലും വലിയ തരത്തിൽ ഈ പേരൂർക്കടയാകെ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ പേരൂർക്കടയാണ് ഈ 3 മുന്നണികൾക്കുമുള്ള ഈ കൊട്ടിക്കലാശത്തിനുള്ള ഒരു വേദിയായി ഒരുക്കിയിട്ടുള്ളത്, ഒരു കേന്ദ്രമായി ഒരുക്കിയിട്ടുള്ളത്. അവിടെ അങ്ങേയറ്റം അത്യന്തം ആവേശകരമായ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രേക്ഷകർക്ക് അതിന്റെ വിവിധ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ നിലയിൽ വലിയ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് ഈ പരസ്യ പ്രചാരണം 1 മാസം നീണ്ടു നിന്ന പരസ്യ പ്രചാരണത്തിനാണ് ഇപ്പോൾ സമാപനമാകുന്നത് എന്നതാണ്. വലിയ ചൂട് സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ വലിയ ചൂട് അനുഭവപ്പെട്ട 1 മാസം കൂടിയാണ്. ആ ചൂട് അങ്ങേയറ്റം ചൂടോടുകൂടി തന്നെ ഇപ്പോൾ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ ഈ പേരൂർക്കടയിൽ 3 സ്ഥാനാർത്ഥികളും, അതായത് UDF സ്ഥാനാർത്ഥി ശശി തരൂരും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും LDFന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും ഇപ്പോൾ ഈ പേരൂർക്കടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ 5 മണിയോടുകൂടി അവർ എത്തിച്ചേർന്നു എന്നതാണ്. വലിയ നിലയിൽ പ്രവർത്തകരെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നിമിഷങ്ങൾ അത്രയും ഇനിയിപ്പോൾ ഈ പരസ്യ പ്രചാരണത്തിന് ഏതാണ്ട് 15 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഏതായാലും ആ സമയം വരെയും ആളുകളെ എല്ലാം തന്നെ, വോട്ടർമാരെ എല്ലാം തന്നെ നേരിൽ കണ്ട് അവസാനവട്ട ഒരു വോട്ടുറപ്പിക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് സ്ഥാനാർത്ഥികൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ഈ കേന്ദ്രത്തിലേക്ക് എത്തിയത്. ഏതായാലും സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട്. പ്രവർത്തകരെല്ലാം വലിയ ആഘോഷത്തിലാണ്, ആവേശത്തിലാണ് എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം ചെറിയ ചില അനിഷ്ട സംഭവങ്ങൾ അതിനിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ LDFന് അനുവദിച്ചു നൽകിയ ഒരു പ്രദേശത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് NDAയുടെ ചില വാഹനങ്ങൾ കടന്നു കയറാൻ ശ്രമിച്ചതും കൊടി വീശാൻ ശ്രമിച്ചതും ഒക്കെ നേരിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പക്ഷേ പോലീസ് ഉടൻ തന്നെ ഇടപെട്ട് അതിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കുറെ നേരം പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടികൾ വീശിക്കൊണ്ടുള്ള ഒരു പ്രകടനവും ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. വലിയ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ അതിനെ അപ്പോൾ തന്നെ കാര്യക്ഷമമായി ഇടപെട്ട് അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പോലീസിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും പേരൂർക്കടയിൽ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് മറ്റെവിടെയും ഇതുവരെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ഏതായാലും വലിയ നിലയിൽ ഈ വർണ്ണക്കടലാസുകൾ വിതറിക്കൊണ്ടുള്ള പോപ്പപ്പുകൾ, അതുപോലെ തന്നെ പതാകകൾ വീശിക്കൊണ്ട് ഈ LDFനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ CPIയുടെയും CPMന്റെയും ഒക്കെ ഈ ചുവന്ന പതാകയ്ക്കൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പച്ച പതാകയും പച്ചക്കൊടിയും ഉയർത്തിക്കൊണ്ടാണ് LDF പ്രധാനമായും ഈ കൊട്ടിക്കലാശത്തിൽ എത്തിയത് എന്നതാണ്. പ്രവർത്തകരെല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ ഈ പച്ച പതാകയും വീശുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നിലയിൽ അത്യന്തം ആവേശകരമായ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് പേരൂർക്കടയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലിബീഷ്. ശരി കമലേഷ്, പേരൂർക്കടയിൽ ആവേശം തിളയ്ക്കുകയാണ്.
തൃശൂർ പൂരം സമാപിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് പൂരത്തിൻ്റെ വർണ്ണക്കാഴ്ചകളും വാദ്യമേള ഘോഷങ്ങളുമാണ് കേരളമെമ്പാടും കാണാൻ കഴിയുന്നത്. കേരളം ആകെ ഒരു തേക്കിൻകാടായി മാറിയ ഒരു കാഴ്ച. അവിടെ